ഹലോ, എല്ലാവർക്കും നമസ്കാരം. അനൂസ് ലേണിംഗ് സൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് ദാറ്റ് ഈസ് ബേസിക് അക്കൗണ്ടിങ്. അപ്പോൾ ചിലർക്കെങ്കിലും അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു അലർജി പോലെയാണ്. ആ പേര് കേൾക്കുന്നത് തന്നെ എന്തോ ഒരു തലവേദനയായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരിലും അങ്ങനെയുള്ള ആളുകളുണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് അക്കൗണ്ടിങ് എന്ന വാക്ക് കേൾക്കുന്നത് +1 ജോയിൻ ചെയ്തപ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോഴോ അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ എന്നെക്കൊണ്ടത് പറ്റില്ല എന്ന് ചിന്തിച്ചിട്ടാണ് പലവരും ഈ ഒരു സബ്ജക്റ്റിനെ നോക്കി കാണുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഈ അക്കൗണ്ടിങ്ങിനെ ഇഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് പറ്റില്ല, കഷ്ടപ്പെട്ട് മാത്രമേ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇത്രയും നാൾ നിങ്ങൾ കഷ്ടപ്പെട്ടാണ് അക്കൗണ്ടിങ് പഠിച്ചതെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട് അക്കൗണ്ടിങ് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ജമുന പ്യാരി എന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതെങ്ങനെയാണ്? നടക്കില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഒരു കാര്യം നടക്കില്ല, എന്നാൽ നടക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ നടക്കാത്തൊരു കാര്യമില്ല. അതുതന്നെയാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റ് എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ച് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് ഒരു കാലത്തും അക്കൗണ്ടിങ് പഠിച്ച് പാസ്സാവാനായിട്ട് പറ്റില്ല. എന്നാൽ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള വിശ്വാസത്തോടു കൂടി, ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് അത് സാധിക്കുക തന്നെ ചെയ്യും. കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനത് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നെക്കൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കോൺഫിഡൻസൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ തീരുമാനിക്കണം എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ, കോൺഫിഡൻ്റ് ആയെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, മീനിങ് ഓഫ് അക്കൗണ്ടിങ്. സെക്കൻഡ് വൺ, ടേംസ് യൂസ്ഡ് ഇൻ അക്കൗണ്ടിങ്. ആൻഡ് ഫൈനലി, ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. അപ്പം നേരെ ഞാൻ ഡെഫിനിഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ആദ്യം അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്ങും അതിലുപയോഗിക്കുന്ന കുറച്ച് ടേംസ് പറഞ്ഞതിന് ശേഷം നിങ്ങളോട് ഡെഫിനിഷനെ പറ്റി പറയാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് ആ ഓർഡർ ഒന്ന് റീഅറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീനിങ് ഓഫ് അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കാം. അക്കൗണ്ടിങ് സിംപ്ലി മീൻസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ലാംഗ്വേജിൻ്റെ പർപ്പസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഭാഷ എന്ന് പറയുന്നത് ആശയവിനിമയം നടത്താൻ വേണ്ടിയുള്ളതാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ നടത്താനാണ് നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓരോ ലാംഗ്വേജിനും ആൽഫബറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ? ഇവിടെ ആൽഫബറ്റ്സിന് പകരം നമ്മൾ നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആസ് വെൽ ആസ് ദ ലാംഗ്വേജ് ഓഫ് നമ്പേഴ്സ്. കാരണം ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്പേഴ്സിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ലൈക്ക് ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഉണ്ടായി, ഇത്ര പെർസെൻറ്റേജ് ലോസ് ഉണ്ടായി, അല്ലെങ്കിൽ 1,00,000 രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ 1,00,000 രൂപയുടെ നഷ്ടം ഉണ്ടായി, അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്പേഴ്സിൻ്റെ ലാംഗ്വേജ് ആണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് ആണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. എല്ലാ ടേംസും നമ്മളിവിടെ പറയുന്നില്ല, നമുക്കിപ്പോൾ അത്യാവശ്യമുള്ള ടേംസ് മാത്രമാണ് പറയാനുള്ളൂ. ബാക്കി നമ്മൾക്ക് വഴിയെ പരിചയപ്പെടാം. ഓക്കെ, അപ്പം ആദ്യമേ തന്നെ എന്താണ് ട്രാൻസാക്ഷൻ? ബിസിനസ്സിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഓരോ ഇവൻസിനെയും അല്ലെങ്കിൽ ആക്ഷൻസിനെയും ആണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഒരു ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ദിവസത്തെ ബിസിനസ് എടുത്ത് നോക്കിയാൽ നമുക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് എത്ര എമൗണ്ടിൻ്റെ പ്രൊഡക്റ്റ് വിറ്റുപോയി എന്നറിയാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ഒരാൾ ഷോപ്പിൽ നിന്ന് ഒരു ഫ്രിഡ്ജ് വാങ്ങി, ഒരു 25,000 രൂപയ്ക്ക് ഒരു ഫ്രിഡ്ജ് വാങ്ങി. അപ്പോൾ തന്നെ ഞാനിങ്ങനെ ഇന്നത്തെ ഡേറ്റ് ഇട്ട് റെക്കോർഡ് ചെയ്യാണ്, സോൾഡ് ഫ്രിഡ്ജ് ഫോർ ₹25,000. ഇങ്ങനെ ഒരു സെൻറ്റൻസായി ബിസിനസ്സിലെ ഓരോ ഇവൻസിനെയും മോണിറ്ററി ടേംസിൽ റെക്കോർഡ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ടേം ഇസ് ക്യാപിറ്റൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബിസിനസ് തുടങ്ങാൻ പണം വേണം അല്ലേ? ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും നമുക്ക് പൈസ ഇല്ലാണ്ട് പറ്റില്ല. അപ്പം ഒരു ബിസിനസ് നടത്താൻ അതിൻ്റെ ഓണർ അല്ലെങ്കിൽ ബിസിനസ് മാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മുടക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ക്യാഷ് മാത്രമല്ല,
എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണോ ബിസിനസ് തുടങ്ങണേ അതിനെ എല്ലാത്തിനെയും നമ്മൾ ക്യാപിറ്റൽ എന്നാണ് വിളിക്കുക. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഷോപ്പ് തുടങ്ങാനായിട്ട് ഞാൻ ഒരു 10 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടും അതുപോലെ എൻ്റെ പേരിലുള്ള സ്ഥലം, ബിൽഡിങ്, അപ്പോൾ അതുപോലെ തന്നെ കമ്പനിയുടെ പേരിൽ ഒരു ബാങ്ക് ബാലൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, മേ ബി ഇൻ ദ ഫോം ഓഫ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, വെഹിക്കിൾസ് യൂസ്ഡ് എക്സെട്ര. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണോ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണേ അതിനെല്ലാത്തിനെയും നമ്മൾ ക്യാപിറ്റൽ എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് ഈസ് അസെറ്റ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് അസെറ്റ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള എല്ലാ വാല്യുബിൾ തിങ്സിനെയാണ് നമ്മൾ അസെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു ബിസിനസ് തുടങ്ങാൻ ഞാൻ ക്യാഷ്, ലാൻഡ്, ബിൽഡിംഗ്, ബാങ്ക് ബാലൻസ് എല്ലാം കൊണ്ടുവന്നു അല്ലേ. അപ്പം ഇതിനെല്ലാം തന്നെയാണ് കമ്പനിയുടെ അസെറ്റ് എന്ന് പറയുന്നത്. അസറ്റിനെ ജനറലി രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ആൻഡ് ദാറ്റ് ഈസ് ഫിക്സഡ് അസെറ്റ് ആൻഡ് കറണ്ട് അസെറ്റ്. ഇപ്പോൾ ഫിക്സഡ് അസെറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് ഫിക്സഡ് അസെറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, വെഹിക്കിൾസ് ഇതെല്ലാതും എന്താണ്? ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് അല്ലേ. എന്നാൽ 1-2 ദിവസത്തേക്ക് യൂസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടല്ല നമ്മളിതൊന്നും ഉപയോഗിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ ലോങ് ടേം പർപ്പസിന് വേണ്ടി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൻ്റേതായിട്ടുള്ള അസറ്റുകളെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. വേറെ കറണ്ട് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേം പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഓരോ അസറ്റിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ്, അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇതൊക്കെയാണ് എന്തായിട്ട് വരുന്നത്? കറണ്ട് അസറ്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അസറ്റ് ക്യാഷ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ടെമ്പററി ആണ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് കാശ് നമ്മുടെ കയ്യിലേക്ക് വരികയും പോവുകയൊക്കെ ചെയ്യും. സോ ഈ നേച്ചറിലുള്ള അതായത് ടെമ്പററി നേച്ചറിലുള്ള അസറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കറണ്ട് അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടേമാണ് ലൈബിലിറ്റി. അപ്പോൾ നേരത്തെ നമ്മൾ ക്യാപിറ്റൽ ആൻഡ് അസറ്റ് ഒക്കെ പറഞ്ഞില്ലേ, അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വാക്കാണ് അല്ലെങ്കിൽ ടേമാണ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. അസറ്റ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്തെന്ന് പറയുന്നത്? ലൈബിലിറ്റി എന്ന് പറയുന്നത്. അസറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സ്വത്താണ്. ഒരു ബിസിനസ്സിന് സ്വന്തമായിട്ട് ഓൺ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ലൈബിലിറ്റി എന്ന് പറയുന്നത് ബാധ്യത, കടബാധ്യത, അതിനെയാണ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിന് സ്വന്തം ഓണേഴ്സിന് പുറമെ മറ്റുള്ളവരോടുള്ള ബാധ്യത, കടബാധ്യതയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലൈബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ബിസിനസ് എന്ന് പറയുന്നതും ബിസിനസ്സിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നതും രണ്ടും രണ്ട് വ്യക്തികളെ പോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം ബിസിനസ്സിൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ മാത്രമാണ്, ഒരിക്കലും അത് അതിൻ്റെ ഓണേഴ്സിൻ്റേതല്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വ്യക്തികൾക്കും പേരുള്ളത് പോലെ ഓരോ കമ്പനിക്കും ഓരോ ബിസിനസ്സിനും നമ്മൾ ഓരോ പേരുകൾ കൊടുക്കുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് ബിസിനസ്സിൻ്റെ പേരിൽ എടുക്കുമ്പോൾ ബിസിനസ്സിൻ്റെ പേരോട് കൂടിയിട്ടാണ് എടുക്കുക, ഒരിക്കലും അതിൻ്റെ ഓണേഴ്സിൻ്റെ പേരോടിലല്ല നമ്മൾ എടുക്കുക അല്ലേ. അപ്പം അതുകൊണ്ട് ബിസിനസ്സിന് അതിൻ്റെ ഓണേഴ്സിന് പുറമെ വരുന്ന ആളുകളോടുള്ള ബാധ്യതയെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തായിട്ടാണ്? ലയബിലിറ്റി ആയിട്ടാണ്. ഓക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേമാണ് ക്രെഡിറ്റേഴ്സ്. ലയബിലിറ്റി എന്ന ടേം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ന ടേം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പം ബിസിനസ് ആർക്കാണോ പണം കൊടുക്കാനുള്ളത് അവരെയാണ് ബിസിനസ്സിൻ്റെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ബിസിനസ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ ഇവിടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ബാങ്കാണ്. ഓക്കെ. അതുപോലെ ഇപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നാണെങ്കിൽ ആ വ്യക്തിനെയാണ് നമ്മളിവിടെ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഇമേജ് നമുക്ക് കാണിച്ചിട്ടുണ്ട്, ആ ഇമേജ് നിങ്ങൾ ശ്രദ്ധിക്കുക. ABC കമ്പനി ലിമിറ്റഡ് ബോറോസ് മണി ഫ്രം മിസ്റ്റർ രാജു. അതായത് നമ്മുടെ കമ്പനിയുടെ പേര് ABC ലിമിറ്റഡ് എന്നാണ്. ആ കമ്പനിയുടെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് മിസ്റ്റർ രാജു എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങിക്കുകയാണ്. സോ ദാറ്റ് മിസ്റ്റർ രാജു ഈസ് ട്രീറ്റഡ് ആസ് ദ ക്രെഡിറ്റർ ഓഫ് കമ്പനി ABC ലിമിറ്റഡ്. ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം മിസ്റ്റർ രാജു എന്ന് പറയുന്നത് ആരാണ്? ക്രെഡിറ്ററാണ്. ഓക്കെ.
നെക്സ്റ്റ് ടേമാണ് ഡെറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിൻ്റെ നേരെ വിപരീതമായിട്ടാണ് ഡെപ്റ്റേഴ്സ് വരിക. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റേഴ്സ് മനസ്സിലായാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡെപ്റ്റേഴ്സ് മനസ്സിലാവും. അപ്പോൾ ബിസിനസ് ആർക്കാണോ കടം നൽകിയത് അവരെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ് ആകുമ്പോൾ നമുക്കറിയാം എല്ലാ ട്രാൻസാക്ഷൻസും അപ്പോൾ തന്നെ ക്യാഷ് കിട്ടണമെന്നില്ല. കടത്തിന് സാധനങ്ങൾ കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ക്യാഷ് നമുക്ക് തരുന്നത്. അപ്പോൾ അവർ എന്താണോ നമുക്ക് ക്യാഷ് തിരിച്ചു തരുന്നത് അതുവരെയും അവർ കമ്പനിയുടെ ഡെപ്റ്റേഴ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ABC ലിമിറ്റഡ് ലെൻഡ് മണി ടു മിസ്റ്റർ അരുൺ. അതായത് ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി മിസ്റ്റർ അരുണിന് കുറച്ച് എമൗണ്ട് കടമായിട്ട് കൊടുത്തു. സോ ദാറ്റ് ഹിയർ മിസ്റ്റർ അരുൺ ഈസ് ട്രീറ്റഡ് ആസ് ദ ഡെപ്റ്റർ ഓഫ് ദ കമ്പനി. ആ എമൗണ്ട് കമ്പനിക്ക് മിസ്റ്റർ അരുൺ തിരിച്ചു കൊടുക്കുന്നത് വരെ ആ വ്യക്തി കമ്പനിയുടെ ഡെപ്റ്റർ എന്നൊരു പേരിലാണ് അറിയപ്പെടുക. ഓക്കെ, നെക്സ്റ്റ് ടേമാണ് എക്സ്പെൻസ്. ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ് നടത്തുന്ന വ്യക്തി ചെലവാക്കുന്ന ഏതൊരു കാര്യത്തിനെയും വിളിക്കുന്ന പേരാണ് എക്സ്പെൻസ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദ എമൗണ്ട് യൂട്ടിലൈസ്ഡ് ഫോർ ജനറേറ്റിംഗ് ഇൻകം. അതായത് കമ്പനിക്ക് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ ഓണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്മാൻ ചിലവാക്കുന്നത് എന്തും നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കമ്പനിയിൽ ഒരു സ്റ്റാഫിനെ നിയമിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാ മാസത്തിൻ്റെ അവസാനം അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരും? സാലറി കൊടുക്കണം വരും. അതുപോലെ തന്നെയാണ് ആ മാസത്തിൻ്റെ അവസാനം നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജസ് പേ ചെയ്യേണ്ടി വരും, ടെലിഫോൺ ബിൽസിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടി വരും അല്ലേ. അപ്പോൾ ഇതെല്ലാതും സ്ഥിരമായിട്ട് എല്ലാ മാസവും നടന്നുകൊണ്ട് പോകുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാതും തന്നെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളെയും നമ്മൾ എന്തെന്നാണ് കൺസിഡർ ചെയ്യുന്നത്? എക്സ്പെൻസ് എന്നുള്ളൊരു പേരിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഇൻകം. ഇൻകം എന്ന് വെച്ചാൽ വരുമാനം എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ബിസിനസ്സിന് സ്ഥിരമായിട്ട് ലഭിക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ഒരു ₹1 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് എല്ലാ മാസത്തിൻ്റെ അവസാനത്തിലും എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. സോ ദാറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഈസ് ട്രീറ്റഡ് ആസ് ഇൻകം ടു ദ ബിസിനസ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. ഓക്കെ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ഇപ്പോൾ ഇലക്ട്രോണിക് ഷോപ്പ് നടത്തുന്ന ഞാൻ ഒരു 25,000 രൂപയ്ക്ക് ഫ്രിഡ്ജ് വിറ്റപ്പോൾ ഞാൻ 25,000 രൂപയുടെ ക്യാഷ് റിസീവ് ചെയ്തു. സോ ദാറ്റ് ദ എമൗണ്ട് റിസീവ്ഡ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എൻ ഇൻകം ടു ദ ബിസിനസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇൻകത്തിൻ്റെ. നെക്സ്റ്റ് ടേമേഴ്സ് ഡ്രോയിങ്സ്. ഒരു ബിസിനസ് നടത്തുന്ന വ്യക്തി അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടീസോ ക്യാഷോ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഡ്രോയിങ്സ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ ഗുഡ്സ് വിഡ്രോൺ ബൈ ദ പ്രൊപ്പറൈറ്റർ ഫ്രം ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. സ്വന്തമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൻ്റേതായിട്ടുള്ള ഗുഡ്സോ ക്യാഷോ എടുക്കുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോണിക് ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ് ഞാൻ അല്ലേ. അപ്പം ഞാൻ എൻ്റെ ബ്രദറിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു ലാപ്ടോപ്പ് എടുക്കുകയാണ്. സോ ദാറ്റ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഡ്രോയിങ്സ്. ക്യാഷ് എടുത്താലും അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സ് എന്ന കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേമാണ് പർച്ചേസസ്. ഇപ്പോൾ ബിസിനസ് ആവശ്യത്തിനായിട്ട് നമ്മൾ ഗുഡ്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളിവിടെ പർച്ചേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ഒഴികെ എന്തെല്ലാം ഗുഡ്സ് ബിസിനസ്സിൽ വാങ്ങുന്നുണ്ടോ അതെല്ലാതും പർച്ചേസസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഫിക്സഡ് അസറ്റിനെ പർച്ചേസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തതെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ പറയാം. ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, അതുകൊണ്ടാണ് പറയാത്തത്. ഓക്കെ, അത് നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, അപ്പോൾ അത് 2 തരത്തിലുള്ള പർച്ചേസസ് ഉണ്ട്. ഓക്കെ, ഇറ്റ് മേ ബി ഓൺ ക്യാഷ് ബേസിസ് ഓർ ഓൺ ക്രെഡിറ്റ് ബേസിസ്. ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ ഗുഡ്സ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ക്യാഷ് പർച്ചേസസ്. ക്യാഷ് കൊടുക്കാണ്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ക്രെഡിറ്റ് പർച്ചേസസ്. ഓക്കെ, നെക്സ്റ്റ് ടേമാണ് സെയിൽസ്. പർച്ചേസസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗുഡ്സ് സോൾഡ് ബൈ ദ ബിസിനസ് ഈസ് കോൾഡ് സെയിൽസ്. ഇപ്പോൾ ബിസിനസ് വിൽക്കുന്ന ഗുഡ്സിനെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ പർച്ചേസസിൽ പറഞ്ഞ പോലെ തന്നെ ഫിക്സഡ് അസറ്റ് ഒഴികെ എന്തെല്ലാം ഗുഡ്സ് ബിസിനസ് വിൽക്കുന്നുണ്ടോ
അതിനെ എല്ലാത്തിനെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. ഇതും എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ക്യാഷ് സെയിൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാവും. ഓക്കെ, ഇനി അവിടെ എഴുതിയിട്ടുണ്ട് ദ ഡെലിവറി ഓഫ് സർവീസ് ഫോർ എ കോസ്റ്റ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് സെയിൽ. നിങ്ങളെല്ലാവരും സ്കൂളിലോ കോളേജസിലൊക്കെ പഠിക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്കൂളിലും കോളേജസിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസസ് ആണ്. പക്ഷേ നിങ്ങളവിടെ ഫീസ് കൊടുത്തിട്ടാണ് പഠിക്കുന്നത്. കുറച്ചെങ്കിലും ഫീസ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അതും എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? സെയിൽ തന്നെയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ടേമാണ് അക്കൗണ്ടിങ് പീരീഡ്. ഇത് നമുക്ക് പലയിടത്തും പല രീതിയിലും കേൾക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഈ ഒരു ടേം കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ സാധാരണ ഒരു ഇയറിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്നൊക്കെ വിളിക്കുക. അത് ഒരു ഇയർ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ ഒരാഴ്ചയാവാം, ഒരു മാസമാവാം, അങ്ങനെയൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയാണ് നമ്മൾ കാൽക്കുലേഷൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് കൺസിഡർ ചെയ്യണത്, ആ ഒരു പീരീഡിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജൂലൈ 1 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ ട്രാൻസാക്ഷൻ്റെയും ബേസിസിലാണ് നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ജൂലൈ 1 മുതൽ 31 വരെയുള്ള ആ പീരീഡിനെയാണ്, ആ മന്തിനെയാണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ ഒരാഴ്ചയാവാം, ഒരു മാസം ആവാം, ഒരു ഇയർ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയുള്ള ട്രാൻസാക്ഷൻസ് ആണോ നമ്മൾ എടുക്കുന്നത്, ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യുക? റിപ്പോർട്ടും കാര്യങ്ങളും അനാലിസിസും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ബേസിക് ടേംസ് യൂസ്ഡ് ഇൻ അക്കൗണ്ടിങ്. ഇതല്ലാതെയും ഇനിയും ടേംസുകളുണ്ട്, പക്ഷെ ഇപ്പം നമുക്കത് ആവശ്യമില്ല. നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് നോൺ ആസ് AICPA. ഓക്കെ, അവർ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് and summarizing in the significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the results thereof. ആദ്യമായിട്ട് കേൾക്കുന്നവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഓക്കെ, നമ്മൾ ഇതിനകത്ത് മെയിൻലി 4 വാക്കുകളാണ് കൂടുതലായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. First one is recording. Second word is classifying. And third word is summarizing. Finally, interpreting the results. ഈ 4 വാക്കുകളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്നവർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നൊക്കെ അറിയാം. അതുകൊണ്ട് ഈ 4 വാക്കുകളെയും നമ്മൾ പരിചയപ്പെടാനായിട്ട് പോവാണ്. And the first term is recording. അപ്പോൾ ഡെഫിനിഷനിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബുക്ക് കീപ്പിംഗ്. അതായത് ട്രാൻസാക്ഷൻസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഓരോ ദിവസത്തെയും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അതായത് മണി ടേംസിലുള്ള ട്രാൻസാക്ഷനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ കൃത്യതയോടെ മെൻഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെ വിളിക്കുന്ന പേരാണ് ജേണൽ, വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ആൻഡ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ ഈസ് നോൺ ആസ് ജേണലൈസിങ്. ജേണലിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജേണലൈസിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടേം ഈസ് ക്ലാസിഫൈങ്. ഇറ്റ് സിംപ്ലി മീൻസ് ഡിവൈഡിങ് ദി ട്രാൻസാക്ഷൻസ് ഇൻ ടു അപ്രോപ്രിയേറ്റ് അക്കൗണ്ട്സ്. അതായത് ക്യാഷ് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞു എഴുതും. അതുപോലെ പർച്ചേസസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പർച്ചേസസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു എഴുതും. സെയിൽസ് റിലേറ്റ് ചെയ്ത് വരുന്നതിന് സെയിൽസ് റിലേറ്റഡ് ആയിട്ട് സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു എഴുതും. അങ്ങനെ നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓരോ ട്രാൻസാക്ഷനും അതിൻ്റെ നേച്ചറിനനുസരിച്ചിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഓരോ അക്കൗണ്ട്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ലാസിഫൈയിങ് എന്ന് പറയുന്നത്. ആൻഡ് ക്ലാസിഫൈയിങ് നമ്മൾ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിന് വിളിക്കുന്ന പേരാണ് ലെഡ്ജർ.
and the process of moving journals to the corresponding ledger account is called പോസ്റ്റിംഗ്. അതായത് ജേർണലിൽ നിന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ഓരോ അക്കൗണ്ടിൽ അത് റെക്കോർഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ലെഡ്ജറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റിംഗ്. അതായത് ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്നതിന് ജേർണലൈസിങ് എന്ന് പറയുന്ന പോലെ ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് ടേം ഇസ് സമ്മറൈസിങ്. മൂന്നാമത്തെ ഫേസ് ആണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. ഓരോ അക്കൗണ്ടിങ് പീരീഡിലെയും എൻഡിങ്ങിൽ നമ്മൾ ഓരോ അക്കൗണ്ടിനെയും സമ്മറൈസ് ചെയ്യും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പർച്ചേസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, സെയിൽസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്നൊക്കെ. ഓക്കെ, അപ്പോൾ ഓരോ അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിലും നമ്മൾ എന്ത് ചെയ്യും? ഈ ഓരോ അക്കൗണ്ട്സിനെ നമ്മൾ സമ്മറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ബിസിനസ് ഇൻഫോർമേഷൻസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് അവർക്ക് വേണ്ടതായിട്ടുള്ള രീതിയിൽ, ഏത് രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ആണ് അവർക്ക് വേണ്ടത്, ആ രീതിയിൽ ഡാറ്റ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സമ്മറൈസിങ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ടേം ഈസ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ സമ്മറൈസ് ചെയ്ത ഡാറ്റേനെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ആക്ച്വൽ മീനിങ്, അതിൻ്റെ ആക്ച്വൽ മീനിങ് എന്താണ്, ഒരു എമൗണ്ട്, ഒരു 60,000 രൂപയുടെ സെയിൽസ് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് മീൻ ചെയ്യുന്നു എന്നുള്ളത് കാണിക്കുന്നതാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ 4 വേർഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഒന്നും കൂടി ഡെഫിനിഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഡെഫിനിഷൻ? അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the results thereof. അപ്പോൾ മണി ടേംസിൽ മാത്രം നടക്കുന്ന ബിസിനസ് ഇവൻസിനെയും ട്രാൻസാക്ഷൻസിനെയും റെക്കോർഡ് ചെയ്യുന്ന, ക്ലാസിഫൈ ചെയ്യുന്ന, സമ്മറൈസ് ചെയ്യുന്ന, അവസാനം അതിനെ മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് നേരത്തേനേക്കാളും കുറച്ചും കൂടി ഇതായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം, അപ്പം കമൻസും ചെയ്യണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. കാരണം കുറേ പേർക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ ഓൾ എന്ന ഓപ്ഷൻ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടാണ് ക്ലിക്ക് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടാത്തത് കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.